السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما فرطنا في الكتاب من شيء. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിലെ 38-ാം വചനമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ പറയുന്നത്, പരിശുദ്ധമായ ഈ ഗ്രന്ഥത്തിൽ ഒരു കാര്യത്തിലും ഞാൻ വീഴ്ച വരുത്തിയിട്ടില്ല എന്നാണ്. തഖ്സീർ, ഇഹ്മാൽ എന്നൊക്കെയാണ് തഫ്രീത്ത് എന്ന പദത്തിന്റെ അർത്ഥമായി ഭാഷാ ഡിക്ഷണറികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ പല മുഫസ്സിറുകളും ഈ ആയത്തിനെ പല രീതിയിലാണ് വ്യാഖ്യാനിച്ചത്. ബഹുമാനപ്പെട്ട ഇമാം തബരി റളിയല്ലാഹു അൻഹു നമുക്ക് തഫ്സീറുകളിൽ അവലംബിക്കുന്ന അദ്ദേഹത്തിന്റെ ജാമിഉൽ ബയാൻ ഫി തഅ്വീൽ ആയൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് എന്നാണ് ഇതിന്റെ തഫ്സീറായി പറയുന്നത്. അഥവാ ഒരു കാര്യവും സ്ഥിരപ്പെടുത്താതെ നാം ഒഴിവാക്കി കളഞ്ഞിട്ടില്ല എന്നാണ് ഇതുകൊണ്ട് വിവക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ജാമി ഇബ്നു കസീർ റഹിമഹുല്ലയുടെ തഫ്സീറിൽ പറയുന്നത്, ഇതിന്റെ അർത്ഥമായി അദ്ദേഹം കൊണ്ടുവരുന്നത് ജമീഉ ഇൽമിഹിം ഇൻദല്ലാഹി തആല, എല്ലാ അറിവുകളും എല്ലാ ഇതിനെക്കുറിച്ചുള്ള മനുഷ്യന്റെ എല്ലാ റിസ്ഖും ഉംറും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ സുനിശ്ചിതമാണ് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥമെന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു തഫ്സീർ ഇമാം ഖുർത്തുബി റഹിമഹുല്ലയുടെ ജാമിഉ അഹ്കാമുൽ ഖുർആനിൽ ഇതിനെ വിവക്ഷിക്കുന്നത്, അൽ കിതാബ് എന്ന് പറയുന്ന ഈ പദത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൗഹുൽ മഹ്ഫൂദ് ആണെന്നും ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു ആദ്യമേ മുൻകൂട്ടി പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുമാണ് ഇതിന്റെ അർത്ഥമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം എന്നിട്ട് പറയുന്നു, വഖീല ഐ ഫിൽ ഖുർആൻ, ഖുർആൻ എന്നും ഈ കിതാബ് കൊണ്ട് വിവക്ഷിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്നു, മാ തർക്നാ ശൈഅൻ മിൻ അംരി ദീൻ ഇല്ലാ ദല്ലൽനാഹു ഫിൽ ഖുർആൻ, എല്ലാ മതപരമായ കാര്യങ്ങളെക്കുറിച്ചും ഖുർആനിൽ സ്ഥിരപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതിന്റെ വ്യാഖ്യാനമെന്ന് അദ്ദേഹം പറയുകയാണ്. അഥവാ ഈ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ വിശുദ്ധമായ ഖുർആൻ മാനവലോകത്തിന് ഉദാത്തമായ എല്ലാ മേഖലകളിലും എന്തൊക്കെ ജ്ഞാനശാസ്ത്രങ്ങളുണ്ടോ, ജ്ഞാന മേഖലകളുണ്ടോ, അതിലെല്ലാം വ്യക്തമായ പാദമുദ്രകൾ ഖുർആൻ പതിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആൻ അവതീർണമായത് തന്നെ ജാഹിലിയ കാലഘട്ടത്തിലായിരുന്നു. അനന്തകാലത്തിന്റെ അഗാധ ഗർത്തങ്ങളിൽ അകപ്പെട്ടു പോയിരുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ പുതിയൊരു നവോത്ഥാനത്തിന്റെ അല്ലെങ്കിൽ റിനൈസൻസിന്റെ ഉദാത്തമായ മാതൃകകൾ വരച്ചു കാട്ടിയാണ് ഖുർആൻ അവതീർണമാകുന്നത്. സംഘടനകളിലും പരസ്പരം പോരടികളിലും ഏർപ്പെട്ടിരുന്ന വർഗ സമൂഹത്തിന് മുന്നിൽ നിങ്ങളെ പരസ്പരം വൈവിധ്യമായ ഗോത്രങ്ങളാക്കി ഭിന്നിച്ചത് നിങ്ങൾ പരസ്പരം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയും തിരിച്ചറിയുന്നതിന് വേണ്ടിയുമെന്ന് ഖുർആൻ പറയലോടുകൂടി പുതിയൊരു നവോത്ഥാന സമൂഹത്തെ ഖുർആൻ വാർത്തെടുക്കുകയായിരുന്നു. ആ ഖുർആൻ ഓരോ വ്യക്തിക്കും വേണ്ട വ്യക്തിയും ജീവിതത്തിൽ പാലിച്ചിരിക്കേണ്ട സ്വഭാവ മഹിമകളെപ്പറ്റി, ആദർശ നിഷ്ഠകളെപ്പറ്റി, വ്യക്തിയധിഷ്ഠിത മൂല്യങ്ങളെപ്പറ്റി വളരെ കൃത്യമായി ഒരു വീഴ്ചയും വരുത്താതെ ഖുർആൻ വളരെ കൃത്യമായി മനോഹരമായി വിവരിച്ചു തന്നിട്ടുണ്ട്. ഖൂലൂ മഅ സ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരിൽ ഉൾപ്പെടണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഖുദിൽ അഫ്വ, നിങ്ങൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം. വസ്ഫഹ് അൻഹും, നിങ്ങൾ അവർക്ക് വിടുത്ത് ചെയ്തു കൊടുക്കൂ. വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ലത് മാത്രം പറയൂ. ഇങ്ങനെ മനോഹരമായ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ എന്തൊക്കെ പാലിക്കേണ്ടതുണ്ടോ ആ മര്യാദകളെക്കുറിച്ച്, മൂല്യങ്ങളെക്കുറിച്ച്, സ്വഭാവ മഹിമകളെക്കുറിച്ച് ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇനി ഖുർആനിന്റെ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ആവശ്യമായ മനോഹരമായ തത്വമാണ് അവന്റെ സാമൂഹിക ബാധ്യത എന്നത്. ആ സാമൂഹിക ബാധ്യതയും ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് ഒരു വീഴ്ചയും വരുത്താതെ മനുഷ്യന്റെ അഖില നിഖില മേഖലകളിൽ അവൻ പാലിച്ചിരിക്കേണ്ട സാമൂഹിക ബാധ്യതകളെ കുറിച്ച് ഖുർആൻ മനോഹരമായി വിവരിച്ചു തരുന്നു. ഒരു മനുഷ്യൻ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഖുർആൻ വ്യക്തമായി വരച്ചു കാട്ടുന്നു. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറണം. വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാക്കീൻ, അങ്ങനെ സമൂഹത്തിലെ നാനാജാതി വിഭാഗങ്ങളെ കുറിച്ച് അവരോട് പെരുമാറുമ്പോൾ നിങ്ങൾ നന്മ സൂക്ഷിക്കണമെന്ന് ഖുർആൻ പറയുന്നു. അതുപോലെ ഖുർആൻ പറയുന്നു, നിങ്ങൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, ഭിന്നിച്ച് കാക്കത്തൊള്ളായിരം ഗ്രൂപ്പുകളായി ജീവിക്കുന്നതിന് പകരം നിങ്ങൾ ഒരു കയറിൽ പിടിക്കുന്ന കണ്ണികളെ പോലെ നിങ്ങൾ ഒരുമിച്ച് ഐക്യത്തോടെ യൂണിറ്റിയോടെ ജീവിക്കണമെന്ന് ഖുർആൻ നമുക്ക് വരച്ചു കാട്ടിത്തരുന്നു. അതുപോലെ തആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ നന്മയുടെ മേൽ പരസ്പരം സഹകരിക്കണമെന്നും സഹായിക്കണമെന്നും ഖുർആൻ വളരെ മനോഹരമായി ഞങ്ങളെ പഠിപ്പിക്കുന്നു. സാമൂഹികമായ തിന്മകളെയൊക്കെ ഖുർആൻ വളരെ നിരുത്സാഹപ്പെടുത്തുകയും അതിനെ ഏറ്റവും വലിയ പാപമായി ഖുർആൻ കാണുകയും ചെയ്യുന്നു. കള്ളുകൂടി നിങ്ങൾ പാടില്ല എന്ന് ഖുർആൻ പറയുന്നു. ലാ തുസ്രിഫു, നിങ്ങൾ പ്രകൃതി വിഭവങ്ങളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിൽ നിങ്ങൾ അമിതവ്യം നടത്തരുത്, അതിൽ നിങ്ങൾ മിതത്വം പാലിക്കണമെന്ന്
എന്ന് ഖുർആൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു. അതുപോലെ ഖുർആൻ പഠിപ്പിക്കുന്നു ലാ തഅതദു, നിങ്ങൾ അതിക്രമം കാണിക്കാൻ പാടില്ല, അത്തരം ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്നും ഖുർആൻ പറയുന്നു. ലാ തബ്ഖസുന്നാസ അഷ്യാഅഹും, നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന കാര്യങ്ങളിൽ കമ്മി വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് സാമൂഹികമായ മനോഹരമായ കോൺസെപ്റ്റുകളെ കുറിച്ച് ഖുർആൻ വളരെ മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്നു. മാത്രമല്ല ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ഖുർആനിന്റെ പുസ്തകങ്ങൾ, ഖുർആനിന്റെ പേജുകളിൽ നിന്ന് ആയത്തുകളായി സാമൂഹികമായി ഖുർആൻ പഠിപ്പിക്കുന്ന ബാധ്യതകളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഒരു മനുഷ്യൻ തന്റെ വ്യക്തി ജീവിതത്തിൽ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഒരു വീഴ്ചയും വരുത്താതെ, ഒരു മനുഷ്യൻ തന്റെ സാമൂഹിക ജീവിതത്തിൽ പാലിക്കേണ്ട എല്ലാ സ്വഭാവ മഹിമകളും ഒരു വീഴ്ചയും വരുത്താതെ അഖില നിഖില മേഖലകളിൽ സ്പഷ്ടമായി സ്പർശിച്ചുകൊണ്ട് ഖുർആൻ മുന്നോട്ട് പോകുന്നു. ഇനി ഇതിനെല്ലാം അപ്പുറം ആധുനികമായ സിദ്ധാന്തങ്ങളെക്കുറിച്ച്, മോഡേൺ കോൺസെപ്റ്റുകളെ കുറിച്ച് വളരെ കാലങ്ങൾക്ക് മുമ്പേ ഖുർആൻ വ്യംഗ്യമായ സൂചനകൾ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. സോഷ്യലിസം, നമുക്ക് നിരവധി തവണ പഠിച്ചും അറിഞ്ഞും കേട്ട സോഷ്യലിസം എന്ന മനോഹരമായ ഒരു കോൺസെപ്റ്റ്, പ്രൈവറ്റ് ഓണർഷിപ്പിനെ പൂർണ്ണമായി നിർമലിനീകരണം നടത്തി അല്ലെങ്കിൽ നിർലജ്ജീകരണം നടത്തി പ്രൈവറ്റ് പ്രോപ്പർട്ടിയും ഓണർഷിപ്പും ഇല്ലാതെ എല്ലാ സാമ്പത്തികമായി എല്ലാ വിഭാഗങ്ങൾക്കിടെയും സമത്വം രൂപാന്തരപ്പെടാൻ വേണ്ടി സോഷ്യലിസം വന്നപ്പോൾ പ്രായോഗിക മാനത്തിൽ അത് അമ്പെ പരാജയപ്പെട്ട സമയത്ത് സാമ്പത്തിക സമത്വമല്ല, സാമ്പത്തിക നീതിയാണ് പ്രായോഗികമെന്ന് പറഞ്ഞ് ഖുർആൻ രണ്ട് വാക്കുകൾ കൊണ്ട് സക്കാത്ത, നിങ്ങൾ സക്കാത്ത് കൊടുക്കൂ, അത് സാമ്പത്തിക നീതിയുടെ ഉദാത്തമായ മാതൃകയാണെന്ന് വരച്ചു കാട്ടി ആധുനിക കോൺസെപ്റ്റുകൾ രൂപം കൊള്ളുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പേ വളരെ മനോഹരമായി ഖുർആൻ സോഷ്യലിസം എന്ന കോൺസെപ്റ്റ് പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ സാമ്പത്തികമായ അഭിവൃദ്ധിയും സാമ്പത്തികമായ അവന്റെ ജീവിതം എങ്ങനെയായിരിക്കണം, നിങ്ങൾ അധ്വാനിച്ചതിൽ നിന്ന് നിങ്ങൾ ചെലവാക്കണമെന്ന് പറഞ്ഞപ്പോൾ അധ്വാനിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു സാമ്പത്തിക സിദ്ധാന്തത്തെ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നു. പൊളിറ്റിക്സിൽ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ വളരെ മനോഹരമായ രാഷ്ട്രീയ സിദ്ധാന്തം ഖുർആൻ പറയുന്നു. ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഒരു സമൂഹത്തിനോട് നിനക്കുള്ള ശത്രുത, വിദ്വേഷം നിങ്ങൾ അവർക്ക് നേരെ നീതി പാലിക്കാതിരിക്കാൻ കാരണമാകരുത് എന്ന് പഠിപ്പിക്കുന്ന പൊളിറ്റിക്കൽ സിദ്ധാന്തത്തെക്കാൾ, രാഷ്ട്രീയ തത്വങ്ങളെക്കാൾ മനോഹരമായ തത്വം വേറെ എവിടെയാണുള്ളത്? നിങ്ങൾ ഭരണീയരോട് നീതി പാലിക്കുമ്പോഴേ നിങ്ങളുടെ ഭരണവും നിങ്ങളുടെ കർത്തവ്യവും പൂർണ്ണമാകുകയുള്ളൂ എന്ന് ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ അടുക്കാൻ ഏറ്റവും നല്ല കാര്യം അത് നിങ്ങൾ നീതി പാലിക്കലാണെന്ന് ഖുർആൻ മനോഹരമായി പറഞ്ഞു വെക്കുന്നു. ഇങ്ങനെ ഫ്രീഡം ലക്കും ലാ ഇക്റാഹ ഫിദ്ദീൻ, നിങ്ങൾക്ക് ദീനിൽ നിർബന്ധമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഖ്തിയാറുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ദീനിലേക്ക് വരാം, പോകാമെന്നുള്ള മനോഹരമായ ഫ്രീഡം ഖുർആൻ വകവെച്ച് നൽകുന്നു. ലക്കും ദീനുക്കും വലിയ ദീൻ, ലിബർട്ടിയുടെ മനോഹരമായ ഉദാഹരണമല്ലേ ഇത്? ലക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ എന്ന് പറഞ്ഞ് ലിബർട്ടിയുടെ മനോഹരമായ ആശയം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഈ ക്വാലിറ്റി യഅ്ദിലുഹു അഖ്റബു ലിത്തഖ്വ എന്ന് നാം പറഞ്ഞു വെച്ച ആയത്ത് മനോഹരമായി ഖുർആൻ വിവരിക്കുന്നു. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ ലിറ്ററസിയെ, സാക്ഷരതയെ മനോഹരമായി പ്രോത്സാഹിപ്പിക്കുന്നു. ഖുർആൻ സത്യം ചെയ്യുക, വൽ ഖലമി വമാ യസ്തറൂൻ, അക്ഷരങ്ങളെ കൊണ്ട്, പേനകളെ കൊണ്ട് ഖുർആൻ മനോഹരമായി സത്യം ചെയ്ത് ഖുർആനിന്റെ സൂക്തങ്ങൾ തുടങ്ങുന്ന മനോഹരമായ അധ്യായങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് മൻ ഖതല നഫ്സൻ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, ആരെങ്കിലും ഒരാളെ കൊന്നാൽ അവൻ ലോകത്തിലെ ജനങ്ങളെ മുഴുവൻ കൊന്നതുപോലെയാണെന്ന് പറയുമ്പോൾ എത്രമാത്രം മനുഷ്യത്വപരമായി മനുഷ്യന് എത്ര വിലയാണ് ഖുർആൻ നൽകിയത്. വലഖദ് കർറംനാ ബനി ആദം, അവനെ ഞങ്ങൾ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് ഖുർആനിൽ അല്ലാഹു നസ്സായി എടുത്തു പറയുന്നു. ഇങ്ങനെ മോഡേൺ കൺസെപ്റ്റുകളെ ഒരു വീഴ്ചയും വരുത്താതെ 1400 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അവതരിച്ചപ്പോൾ നമുക്ക് ഖുർആൻ വ്യക്തമായ മാതൃകകളും വിരൽ ചൂണ്ടലുകളും അതിലേക്ക് നൽകി എന്നുള്ള വസ്തുതയും നാം വിസ്മരിച്ചുകൂടാ. ഇനി മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ വളരെ പ്രോജ്വലിച്ചു നിൽക്കുന്ന ശാസ്ത്ര മേഖലയിലേക്ക് വരികയാണെങ്കിൽ മോഡേൺ സയൻസിന്റെ എല്ലാ ജ്ഞാന മേഖലകളിലും ഖുർആൻ വ്യക്തമായ കാൽമുദ്രകൾ പതിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. നാം ഇതിന്റെ ഓരോ വശങ്ങളെക്കുറിച്ച്, ഈ ശാസ്ത്രത്തിന്റെ ഓരോ ശാഖകളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അതിലൊക്കെ ഖുർആനിന്റെ വ്യക്തമായ പാഠങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആസ്ട്രോണമിയിൽ ഖുർആൻ പറയുന്നു, അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള ഖാനതാ റത്ഖൻ ഫഫതഖനാഹുമാ. ഈ ബിഗ് ബാങ് തിയറി, പ്രപഞ്ചത്തിന്റെ ഉത്ഭവം ശാസ്ത്രം പറയുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇത് ബിഗ് ബാങ് തിയറിയിലൂടെയാണ്, അങ്ങനെ ഒരു കൺസെപ്റ്റിലൂടെയാണ്, പ്രതിഭാസത്തിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന്. അതുപോലെ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു വൽ അർള ബഅദ ദാലിക ദഹാഹ, ഈ
ഭൂമിയുടെ ഷേപ്പ് എന്നുള്ളത് അബ്സല്യൂട്ട് സർക്കിൾ അല്ല എന്നും അതൊരു മുട്ടയുടെ ആകൃതിയിലുള്ള സർക്കിളാണ് എന്നും ഖുർആൻ ദഹാഹ എന്ന ഒറ്റ വചനത്തിൽ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ദഹാഹ എന്ന് പറഞ്ഞാൽ അത് ഒട്ടക പക്ഷിയുടെ മുട്ടയ്ക്കാണ് അറബിയിൽ ദഹാഹ ദുഹൈ എന്ന വാക്ക് വ്യക്തമായി ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ അതും ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഹൈഡ്രോളജിയിൽ ഖുർആൻ എങ്ങനെയാണ് മഴ പെയ്യുന്നത് എന്ന ശാസ്ത്രം എത്രയോ കാലങ്ങൾക്ക് അടുത്ത് കണ്ടെത്തിയ കാര്യം വളരെ കാലങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞു തരുന്നു. നമ്മൾ ആദ്യം കാറ്റുകളെ അയക്കുന്നു, പിന്നെ അത് മേഘങ്ങളായി രൂപാന്തരപ്പെടുന്നു, പിന്നെ അത് നിർജീവിതമായി നിലകൊണ്ട മരുഭൂമിയിൽ വെള്ളമായി പ്രതിഫലിക്കുന്നു എന്ന് പറഞ്ഞ് ഹൈഡ്രോളജിയിൽ ഖുർആൻ വ്യക്തമായ ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. ഇനി ഓഷിയോനോഗ്രഫിയിലാണെങ്കിൽ ഖുർആൻ പറയുന്നു ഹാദാ അസ്ബുൻ ഫുറാത്തുൻ വഹാദാ മിൽഹുൻ ഉജാജ് ബൈനഹുമാ വജഅല ബൈനഹുമാ ബർസഖൻ. ഒരു ഭാഗത്ത് ശുദ്ധമായ ജലവും മറ്റൊരു ഭാഗത്ത് ഉപ്പുവെള്ളവും, ഇതിനിടയിൽ വ്യക്തമായ മറ നാം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. അതിന് ശാസ്ത്രം ഈ അടുത്ത് പേരിട്ട് വിളിച്ചു ട്രാൻസിഷണൽ ഹോമോജീനിയസ് ഏരിയ എന്ന്. ഇതും ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. സൂവോളജിയിൽ ഖുർആൻ പറയുന്നു മാമിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇറിൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. ശാസ്ത്രം കണ്ടെത്തിയത് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ജീവികളൊക്കെ കമ്മ്യൂണിറ്റിയായാണ് ജീവിക്കുന്നത്. ശാസ്ത്രം ഈ അടുത്ത് കണ്ടെത്തി. അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞു ഇല്ല ഉമമുൻ അംസാലുക്കും, അവരും നിങ്ങളെപ്പോലെ കമ്മ്യൂണിറ്റികളാണെന്ന് ശാസ്ത്രം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇനി ബയോളജിയിൽ എടുക്കുകയാണെങ്കിൽ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ, വെള്ളത്തിൽ നിന്നാണ് ജീവനുള്ള എല്ലാ വസ്തുവിനെയും ഉണ്ടാക്കിയതെന്ന് ഖുർആൻ പറയുന്നു. ശാസ്ത്രം കണ്ടെത്തി ഒരു മനുഷ്യന്റെ സെല്ലിനുള്ളിൽ സൈറ്റോപ്ലാസം എന്ന ആ ഒരു സാധനത്തിനുള്ളിൽ 80% വാട്ടർ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടെന്ന് ശാസ്ത്രം ഈ അടുത്ത് കണ്ടെത്തി. അപ്പോൾ വെള്ളത്തിൽ നിന്നാണ് മനുഷ്യന്റെ ഉത്ഭവമെന്ന്, മനുഷ്യൻ ഉണ്ടാക്കുന്നതിൽ ഭൂരിഭാഗവും വെള്ളമാണെന്ന് ഖുർആൻ പറഞ്ഞതിനെ ശരിവെക്കുന്ന തരത്തിൽ ശാസ്ത്രത്തിന്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുകയാണ് ഉണ്ടായത്. ഇനി ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ എന്തൊക്കെ ശാസ്ത്ര ശാഖകളുണ്ടോ, എംബ്രിയോളജിയിൽ എടുക്കുകയാണെങ്കിൽ അള്ളാഹു പറയുന്നു ലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ തുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ. എങ്ങനെയാണ് ഒരു മനുഷ്യൻ രൂപാന്തരം മാറി ഒരു മനുഷ്യനായി മാറിയത്, കുട്ടി ഉമ്മാന്റെ വയറ്റിലെത്തി ഒരു കുട്ടിയായി രൂപാന്തരപ്പെടുന്നത് എന്ന് ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇങ്ങനെ ശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ വ്യക്തമായ മുദ്രകൾ, വളരെ വ്യക്തമായ പാഠങ്ങൾ, സൂചനകൾ വ്യംഗ്യമായും ഭംഗ്യമായും ഖുർആനിൽ വളരെ വിശാലമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി ഈ ശാസ്ത്രത്തിന്റെ പുറമെ സാഹിത്യ ലോകത്ത് ഖുർആൻ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം. സാഹിത്യ ലോകത്ത് ഖുർആൻ എന്നത് ഇറങ്ങിയത് തന്നെ അറബികൾക്കിടയിൽ സാഹിത്യ കുലപതികളായിരുന്ന കവിതകൾ കൊണ്ട് പരസ്പരം യുദ്ധം ചെയ്യുന്ന ഗോത്രവർഗങ്ങൾക്കിടയിൽ ഖുർആൻ ഇറങ്ങിയിട്ട് അള്ളാഹു പറഞ്ഞത് ഇതുപോലെ ഒരു സൂറത്തെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാനാകുമോ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ഇജാസുൽ ബയാൻ, വളരെ വ്യക്തമായ ലിറ്ററേച്ചർ പരമായ ഖുർആനിന്റെ മനോഹരമായ ഔന്നത്യമാണത് കാണാൻ സാധിക്കുന്നത്. അഥവാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ പാലിക്കേണ്ട വ്യക്തിപരമായ എല്ലാ ബാധ്യതകളെയും കുറിച്ച്, കുടുംബപരമായി സാമൂഹികമായി ഒരു മനുഷ്യൻ പാലിക്കേണ്ട എല്ലാ തത്വങ്ങളെയും കുറിച്ച്, ആധുനികമായി നാം ആധുനികമെന്നും പ്രോഗ്രസീവ് എന്നും വിളിക്കുന്ന പുതിയ കോൺസെപ്റ്റുകളെ കുറിച്ച്, ശാസ്ത്രീയമായ കണ്ടെത്തലുകളെ കുറിച്ച്, ശാസ്ത്രീയമായി ശാസ്ത്രം പറഞ്ഞു തരുന്ന എല്ലാ മേഖലകളിലും ഖുർആൻ വ്യക്തമായ അവതരണവും വ്യക്തമായ ഉദാഹരണങ്ങളും നമുക്ക് കാണിച്ചു തന്നു. അങ്ങനെ പറയുമ്പോൾ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നു നാം ആദ്യം ഓതിയ ആയത്തിന്റെ അർത്ഥം വളരെ വിശദമായി നമുക്ക് ബോധ്യപ്പെടുന്നു. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ, ഈ കിതാബിൽ, ഈ ഗ്രന്ഥത്തിൽ, പരിശുദ്ധമായ ഖുർആനിൽ നാം ഒരു കാര്യത്തെയും അവഗണിക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്തിട്ടില്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളായ അടിമകളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. കൂടുതൽ ചിന്തിക്കാനും സത്യം കണ്ടെത്താനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.